Welcome to Simis Nadan Kitchen and you are watching Simis Nadan Kitchen with Simi. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില കറിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മുരിങ്ങയില കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങയില ഞാൻ ഇങ്ങനെ ഇല കുഞ്ഞിത് ഓരോന്നോരോന്നായിട്ട് ഊരി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതുപോലെ ഊരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനൊരു അരപ്പ് ഉണ്ടാക്കണം. അതിൻ്റെ തേങ്ങ എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു വെളുത്തുള്ളി, ഒരു ഉള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ ആ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കല്ലിലാണ് അരച്ചേക്കുന്നത്. ഇനി മുരിങ്ങയില കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമേ ഒരു കടായി ചൂടാക്കാൻ വെക്കുക. ചൂടായ കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ കടുക്, കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു വറ്റൽമുളക് അത് മുറിച്ചിടേണ്ട അകത്ത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് മൂത്ത് വരണം, ഉള്ളി ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഞാൻ കറിവേപ്പില തേങ്ങ അരച്ചപ്പോൾ അതിൻ്റെ അകത്ത് കറിവേപ്പിലയും കൂടി ഒന്ന് അരച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇതിൽ കറിവേപ്പില ഇപ്പോൾ ഇടുന്നില്ല. ഇത് മൂത്ത് കഴിഞ്ഞാൽ ഈ മുരിങ്ങയില എണ്ണയിലേക്ക് ഇടാം. ഈ മുരിങ്ങയില 2 തണ്ട് ഇല ഉണ്ടായിരുന്നു. അപ്പം മുരിങ്ങയിലയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ മുരിങ്ങയില ഇടുന്ന അധികം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു തണ്ട് ഇലയും കൂടി ചേർക്കാം. അതിൻ്റെ ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഇത് മുരിങ്ങയിലൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. മുരിങ്ങയില എണ്ണയിൽ കിടന്നൊന്ന് മുരിഞ്ഞ് വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കണ അരപ്പ് ചേർക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളവും ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എന്നുവെച്ചാൽ തേങ്ങ അരച്ച് ചേർത്താലേ അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ചെറിയ തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ ഇത് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാനാണ്. ഇപ്പോൾ കറിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫാക്കിയ ശേഷം ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു പോവും. എന്താ വെച്ചാൽ ഇത് ഓൾറെഡി പാത്രം നല്ല ചൂടായിട്ടിരിക്കുമല്ലേ, അതുകൊണ്ടാണ്. മുരിങ്ങയില കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.